എല്ലാവർക്കും ലിയോൺ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമറാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് പ്രിപ്പോസിഷൻ എന്താണെന്ന് നോക്കാം. പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രോനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ വിത്ത് സം അതർ നൗൺ ഓർ പ്രോനൗൺ. രണ്ട് നാമങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സർവ്വനാമങ്ങൾ തമ്മിലോ ഉള്ള ബന്ധത്തെ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ബുക്ക് ഈസ് ഓൺ ദ ഡെസ്ക്. ഡെസ്കിൻ്റെ മുകളിൽ ബുക്ക് ഇരിക്കുന്നു. ഈ ബുക്ക് എന്ന നൗണിനെയും ഡെസ്ക് എന്ന നൗണിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഓൺ. അപ്പോൾ ഓൺ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷനാണ്. അപ്പം നമുക്കിനിയും ഇതുപോലുള്ള ഒരുപാട് പ്രിപ്പോസിഷൻ വാക്കുകളുണ്ട്. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ വേർഡ് എബൌട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പറ്റി, കുറച്ച്, ഏകദേശം എന്നിങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹീ സ്പോക്ക് എബൌട്ട് മീ. അവൻ എന്നെക്കുറിച്ച് സംസാരിച്ചു. ഹീ എന്ന നൗണിനെയും മീ എന്ന നൗണിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന വേർഡാണ് എബൌട്ട്. അപ്പം പറ്റി, കുറച്ച്, ഏകദേശം എന്നിങ്ങനെ ഒരാശയം വരുന്ന സെൻറ്റൻസുകളിൽ എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്ത വേർഡ് എബവ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മേൽ, മുകളിൽ എന്നൊരു മീനിങ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബോയ്സ് എബവ് 10 ഷാൽ നോട്ട് ബി അഡ്മിറ്റഡ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ അവിടെ പ്രവേശിപ്പിക്കില്ല. ഇവിടെ ബോയ്സ് എന്ന നൗണിനെയും 10 എന്ന നൗണിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് എബവ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മുകളിൽ, 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടി എന്നാണ് മീനിങ് വരുന്നത്. അപ്പം മുകളിൽ, മേൽ എന്നിങ്ങനെ മീനിങ് വരുന്ന സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എബവ് ആയിരിക്കും. അടുത്ത വേർഡാണ് അക്രോസ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കുറുകെ എന്നാണ്. ഹീ സാം അക്രോസ് ദ റിവർ. അവൻ നദിക്ക് കുറുകെ നീന്തി. അപ്പം ഹീ എന്ന പ്രോനൗണിനെയും റിവർ എന്ന നൗണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് അക്രോസ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കുറുകെ എന്നാണ്. അടുത്ത പ്രിപ്പോസിഷനാണ് ആഫ്റ്റർ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ശേഷം എന്ന്. മീറ്റ് മീ ആഫ്റ്റർ ദ ക്ലാസ്. ക്ലാസ്സിന് ശേഷം എന്നെ കാണുക. മീ എന്ന നൗണിനെയും ക്ലാസ് എന്ന നൗണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രിപ്പോസിഷനാണ് ആഫ്റ്റർ. ആഫ്റ്ററിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ശേഷം എന്നായിരിക്കും. അടുത്തതാണ് എലോങ്. എലോങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നേരെ അല്ലെങ്കിൽ ഊടെ എന്നൊരു മീനിങ്. അതിൻ്റെ എക്സാമ്പിളാണ് ഹീ വോക്ക്ഡ് എലോങ് ദ റോഡ്. അവൻ റോഡിലൂടെ നടന്നു. അപ്പോൾ ഹീ എന്ന പ്രോനൗണിനെയും റോഡ് എന്ന നൗണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോനൗണാണ് എലോങ്. അതിന് നമ്മൾ ഈ സെൻറ്റൻസിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഊടെ എന്നാണ്. അവൻ റോഡിലൂടെ നടന്നു. അടുത്താണ് എമങ്. എമങ്ങിൻ്റെ മീനിങ് ഇടയിൽ എന്നാണ്. ഹീ സാറ്റ് എമങ് ദം. അവൻ അവർക്കിടയിൽ ഇരുന്നു. ഹീ എന്ന പ്രോനൗണിനെയും ദം എന്ന പ്രോനൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണ് എമങ്. എമങ്ങിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, രണ്ട് വസ്തുക്കൾക്ക് ഇടയിൽ എന്നായിരിക്കും. അടുത്തതാണ് അറ്റ്. അറ്റെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തെ ഈ ഒരു നിശ്ചിത നേരത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം എക്സാമ്പിളായിട്ട് വരുന്നത് ഹീ ലിവ്സ് അറ്റ് അടിമാലി. അവൻ താമസിക്കുന്നത് അടിമാലിയിലാണ്. അടിമാലി എന്ന പ്ലേസിനെ സ്പെസിഫിക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അറ്റ്. അതുപോലെ തന്നെ ഹീ കം അറ്റ് 10 o'clock. അവൻ 10 മണിക്ക് വന്നു. 10 മണി എന്ന് പറയുന്ന ആ സമയത്തെ സ്പെസിഫിക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രീപോസിഷനാണ് അറ്റ്. അടുത്തതാണ് ബിഫോർ. ബിഫോറിൻ്റെ മീനിങ് മുമ്പ് അല്ലെങ്കിൽ മുമ്പിൽ എന്നായിരിക്കും. ഐ കെയിം ബിഫോർ ദ ക്ലാസ്. ഞാൻ ക്ലാസ്സിന് മുമ്പ് വന്നു. ഐ എന്ന പ്രൊനൗണിനെയും ക്ലാസ് എന്ന നൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണ് ബിഫോർ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മുമ്പ് അല്ലെങ്കിൽ മുമ്പിൽ എന്നായിരിക്കും. അടുത്തത് ബിഹൈൻഡ്. അതിൻ്റെ മീനിങ് പിന്നിൽ എന്നായിരിക്കും. ഹി ഹൈഡ് ബിഹൈൻഡ് ദ വാൾ. അവൻ ചുമരിന് പിന്നിൽ ഒളിച്ചു. അപ്പം ഹി എന്ന പ്രോനൗണിനെയും വോൾ എന്ന നൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബിഹൈൻഡ് എന്ന പ്രിപ്പോസിഷൻ. അടുത്ത വേർഡാണ് ബിലോ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് താഴെ എന്നാണ്. ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 10 ഷാൽ നോട്ട് ബി അഡ്മിറ്റഡ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രവേശിപ്പിക്കില്ല. ചിൽഡ്രൻ, ഏജ് എന്നീ രണ്ട് നൗണുകളെ ബന്ധിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണെന്ത് ബിലോ എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ബെൻഡ്.
അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അടിയിൽ, ചുവട്ടിൽ എന്നിങ്ങനെയാണ്. ഹി സാറ്റ് ബെൻഡ് എ ട്രീ. അവൻ മരത്തിന് ചുവട്ടിൽ ഇരുന്നു. അപ്പം ഹി എന്ന നൗണിനെയും ട്രീ എന്ന നൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണെന്ത്? ബെൻഡ് എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ബിറ്റ്വീൻ. ബിറ്റ്വീൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മധ്യത്തിൽ, ഇടയിൽ, തമ്മിൽ എന്നിങ്ങനെയാണ്. ബിറ്റ്വീൻ യു ആൻഡ് മീ ദെയർ ഷാൽ ബി നോ ഫോർമാലിറ്റി. എനിക്കും നിനക്കും ഇടയിൽ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഇടയിൽ എന്നാണ് ബിറ്റ്വീൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അടുത്ത വേർഡാണ് ബിസൈഡ്. ബിസൈഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അരികിൽ എന്നാണ്. ഹി സ്റ്റുഡ് ബിസൈഡ് മീ. അവൻ എൻ്റെ അരികിലിരുന്നു. ഹി എന്ന നൗണിനെയും മീ എന്ന നൗണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രിപ്പോസിഷനാണെന്ത്? ബിസൈഡ് എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ബിസൈഡ്സ്. ബിസൈഡ്സിൻ്റെ മീനിങ് കൂടാതെ, പുറമെ എന്നിങ്ങനെയാണ്. ബിസൈഡ്സ് എ പെൻ ഹി ബ്രോട്ട് എ പെൻസിൽ ഓൾസോ. ഒരു പേന കൂടാതെ അവനൊരു പെൻസിൽ കൂടി വാങ്ങി. അപ്പോൾ ഈ സെൻറ്റൻസിൽ ബിസൈഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? കൂടാതെ എന്നായിരിക്കും. അടുത്ത വേർഡാണ് ബിയോണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പുറം എന്നാണ്. തിങ്സ് ആർ ബിയോണ്ട് ദ കൺട്രോൾ. സാധനങ്ങൾ കൺട്രോളിന് അപ്പുറമാണ്. അപ്പം ഇവിടുത്തെ പ്രപ്പോസിഷൻ എന്താണ്? ബിയോണ്ട് എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അപ്പുറം എന്നായിരിക്കും. അടുത്ത വേർഡാണ് ബൈ. ആൽ, അരുകിൽ, സമയത്ത്, വഴിയായി എന്നിങ്ങനെയാണ് ബൈയുടെ മീനിങ്. അപ്പം എക്സാമ്പിൾസ് നോക്കാം. ഹി വാസ് ബിറ്റൻ ബൈ എ സ്നേക്ക്. അവൻ ഒരു പാമ്പിനാൽ കടിക്കപ്പെട്ടു. അവിടെ ബൈയുടെ മീനിങ് എന്ന് പറയുന്നത് എന്താ? ആൽ എന്നായിരിക്കും. പാമ്പിനാൽ കടിക്കപ്പെട്ടു. അടുത്ത വേർഡാണ് ഡൗൺ. ഡൗണിൻ്റെ മീനിങ് എന്ന് പറയുന്നത് താഴെ അല്ലെങ്കിൽ താഴേക്ക് എന്നാണ്. ഹി കെയിം ഡൗൺ ദ സ്റ്റെയർസ്. അവൻ താഴേക്ക് വന്നു. ഹീയും സ്റ്റെയർസും എന്ന രണ്ട് നൗണുകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഡൗൺ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? താഴേക്ക് എന്നാണ്. അടുത്ത വേർഡാണ് ഫോർ. ഫോറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേണ്ടി, ഇത്ര കാലത്തോളം, പകരമായി എന്നിങ്ങനെയാണ്. എക്സാമ്പിൾ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഫോർ യു. ഇത് നിനക്ക് വേണ്ടിയാണ്. ഇവിടെ ഒരാൾക്ക് വേണ്ടി എന്നൊരു മീനിങ്ങാണ് ഫോർ എന്ന പ്രപ്പോസിഷന് വരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും കാലത്തെ സൂചിപ്പിക്കാനായിട്ടും എന്തിൻ്റെയെങ്കിലും പകരമായിട്ടും നമ്മൾ ഫോർ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത വേർഡാണ് ഫ്രം. ഫ്രമിൻ്റെ മീനിങ് നിന്ന്, മുതൽ എന്നിങ്ങനെയാണ്. ഐ ഗോട്ട് ആൻ ആൻസർ ഫ്രം ഹരി. ഹരിയിൽ നിന്ന് എനിക്കൊരു ആൻസർ കിട്ടി. ആൻസർ എന്ന നൗണിനെയും ഹരി എന്ന നൗണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രിപ്പോസിഷനാണെന്ത്? ഫ്രം എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ഇൻ. ഇൽ, ഉള്ളിൽ, ഇന്ന വർഷം, അകത്തേക്ക് എന്നിങ്ങനെയാണ് ഇൻ എന്ന വേർഡിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വർഷത്തെ സൂചിപ്പിക്കാനായിട്ട്, ഇപ്പം 1990 എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അകത്തേക്ക് എന്നിങ്ങനെയുള്ള മീനിങ്ങാണ് ഇൻ എന്ന വേർഡിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു ഈവൻ്റ് നടന്നു അതിനെ സൂചിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഉള്ളിൽ എന്നിങ്ങനെ ഒരു മീനിങ് ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഹി സാറ്റ് ഇൻ എ റൂം. അവൻ ഒരു മുറിക്കുള്ളിൽ ഇരുന്നു. അപ്പം ആ മുറിയുടെ ഉള്ളിലായിട്ട് ഇരുന്നു എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇൻ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഹി വാസ് ബോൺ ഇൻ 1980. അവൻ 1990 ജനിച്ചു. ഇപ്പോൾ ഒരു വർഷത്തെ സൂചിപ്പിക്കാനും നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇനിയും പ്രിപ്പോസിഷൻസ് ഉണ്ട്, നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.